Dear students, കഴിഞ്ഞ ക്ലാസ്സിലെ പോർഷൻസ് പഠിച്ചല്ലോ അല്ലേ? ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇലക്ട്രോ കെമിക്കൽ സെൽ ആൻഡ് ഇലക്ട്രോലിറ്റിക് സെൽ, രണ്ട് തരത്തിലുള്ള സെല്ലുകൾ. ഇലക്ട്രോ കെമിക്കൽ സെൽ ഡാനിയൽ സെൽ ആണ് നമ്മൾ കണ്ടത്, ഗാൽവാനിക് സെൽ. ഇനി ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എന്താണ് സംഭവിക്കുന്നത്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. And the reaction there is spontaneous. എന്നാൽ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നു. That is the conversion of electrical energy to chemical energy. ഇനി നമുക്ക് ഇലക്ട്രോലിറ്റിക് സെൽ എന്താണെന്ന് നോക്കാം. ഇലക്ട്രോലിറ്റിക് സെല്ലിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. അതായത് ഗാൽവാനിക് സെല്ലിൽ നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. ദി ഫസ്റ്റ് കേസ് എക്സ്റ്റേണൽ വോൾട്ടേജ് ലെസ് ദാൻ 1.1 വോൾട്ട്. ദി സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ഈക്വൽ ടു 1.1 വോൾട്ട്. തേർഡ് വൺ ഗ്രേറ്റർ ദാൻ 1.1 വോൾട്ട്. ഈ മൂന്ന് കേസിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ദി ഫസ്റ്റ് വൺ, the external voltage is less than 1.1 volt. അതായത് നമ്മുടെ ഗാൽവാനിക് സെൽ അറിയാം, കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. ആ ഗാൽവാനിക് സെല്ലിലേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണ്. കണ്ടല്ലോ, എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നു. നമ്മൾ കണ്ടതാണ് ഗാൽവാനിക് സെല്ലിലെ വോൾട്ട്മീറ്റർ റീഡിംഗ് ദാറ്റ് ഈസ് 1.1 വോൾട്ട്. ഇനി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് if it is less than 1.1 volt, 1.1 വോൾട്ടിനേക്കാൾ കുറവാണെങ്കിൽ എക്സ്റ്റേണൽ വോൾട്ടേജ് ഡയഗ്രത്തിൽ കണ്ടല്ലോ റെപ്രസെന്റേഷൻ, അപ്പൊ അത് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1.1 വോൾട്ടിനേക്കാൾ കുറവാണ് എക്സ്റ്റേണൽ വോൾട്ട് എങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. സിങ്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നു. ആ ഇലക്ട്രോൺസ് കോപ്പർ റോഡിൽ എത്തുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലെ കോപ്പർ അയോൺ അതിനെ അക്സെപ്റ്റ് ചെയ്ത് മെറ്റാലിക് കോപ്പർ ആയി മാറുന്നു. ഇവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. കോപ്പറിന്റെ വെയിറ്റ് കൂടുന്നു. സിങ്ക് ഇലക്ട്രോഡിൽ നിന്നും അത് സിങ്ക് അയോൺ ആയിട്ട് സൊല്യൂഷനിലേക്ക് വന്നതുകൊണ്ട് അതിന്റെ വെയിറ്റ്, സിങ്കിന്റെ വെയിറ്റ് മാസ് കുറയുന്നു. ക്ലിയർ ആയല്ലോ? നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട അതേ പ്രവർത്തനം തന്നെ. ഇനി രണ്ടാമത്തെ നോക്കിക്കേ. when the external electricity is 1.1 volt, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 1.1 വോൾട്ട് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ദി നെക്സ്റ്റ് വൺ, അടുത്തതിലേക്ക് പോകാം. ഇവിടെ എന്താണ്, എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? Here the voltmeter, if the external voltage is equal to 1.1 volt, the voltmeter reads 0. That is, no flow of electrons or current, no chemical reaction takes place. When the external voltage is greater than 1.1 volt, എന്താണ് സംഭവിക്കുന്നത്? സൂക്ഷിച്ചു നോക്കിക്കേ. ഇവിടെ കോപ്പർ ഇലക്ട്രോഡ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കോപ്പർ അയോൺ ആയി ഓക്സിഡേഷൻ നടക്കുന്നു. ആ ഇലക്ട്രോൺ സിങ്ക് റോഡിലെത്തി സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലെ Zn2+ അയോണുമായി ചേർന്ന് റെഡ്യൂസ് ചെയ്ത് മെറ്റാലിക് സിങ്ക് ആയി സിങ്ക് റോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. സാൾട്ട് ബ്രിഡ്ജ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇവിടെ ഗാൽവാനിക് സെല്ലിന്റെ ഓപ്പോസിറ്റ് വേയിലാണ് റിയാക്ഷൻ. കോപ്പർ ആക്ട് ആസ് anode, it loses electrons and oxidizes to Cu2+ ion. Then the electron move towards zinc electrode and the Zn2+ ions of zinc sulfate solution accept these electrons and get reduced to metallic zinc and deposited at the zinc electrode. The electron move from copper to zinc
and current in the opposite direction. ഇവിടെ ഗാൽവാനിക് സെല്ലിന്റെ ഓപ്പോസിറ്റ് വേയിലാണ് റിയാക്ഷൻ നടന്നത്. ഇവിടെ കോപ്പറിന്റെ വെയിറ്റ് കുറയുന്നു, സിങ്കിന്റെ മാസ് കൂടുന്നു. As an electrolytic cell, a device for using electrical energy to carry non-spontaneous chemical reaction. അതായത് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ നടന്നത്. എപ്പോഴാണ് നടന്നത്? ഒരു ഇലക്ട്രിക്കൽ വോൾട്ടേജ് അഡീഷണൽ ആയിട്ട് ഒരു എക്സ്റ്റേണൽ ഏജൻസി, അതായത് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ നടന്നു. അപ്പോൾ അത് ആക്ട് ചെയ്തത് ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലായിട്ട് ആണ്. അപ്പൊ മനസ്സിലായല്ലോ എന്താണ് ഇലക്ട്രോലൈറ്റിക് സെൽ എന്നുള്ളത്? The decomposition of an electrolyte by the passage of electricity is called electrolysis, and the apparatus used is called electrolytic cell. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ഇലക്ട്രോലൈറ്റ് ഡികമ്പോസിഷൻ നടക്കുന്നു. അതിന് യൂസ് ചെയ്യുന്ന സെല്ലിനെയാണ് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയാം. ഇവിടെ നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഇലക്ട്രിക്കൽ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് നടക്കുകയാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ സംഭവിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ്. അതായത് ഒരു സിൽവർ സ്പൂണിൽ ഗോൾഡ് കോട്ടിംഗ് നടത്തണമെങ്കിൽ ഇവിടെ എന്താണ്? ഗോൾഡിന്റെ ഇലക്ട്രോലൈറ്റ് എടുക്കുന്നു. ഗോൾഡ് അയോൺ അടങ്ങിയ ഇലക്ട്രോലൈറ്റിൽ സിൽവർ സ്പൂണിനെയും ഗോൾഡ് മെറ്റൽ പ്ലേറ്റിനെയും ഡിപ്പ് ചെയ്യുന്നു. പുറമേ നിന്ന് നമ്മളൊരു വോൾട്ടേജ് സോഴ്സ്, അതായത് കറന്റ് പാസ് ചെയ്യുന്നു. വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? ഈ ഇലക്ട്രോപ്ലേറ്റിംഗ്, ഗോൾഡ് പ്ലേറ്റിംഗ് നടക്കുന്നു. അപ്പൊ ഇതൊരു നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഈ നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ നടക്കുന്നത് എക്സ്റ്റേണൽ ആയിട്ട് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. ഈ വോൾട്ടേജ് റിമൂവ് ചെയ്താൽ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ദി റിയാക്ഷൻ carried out only in the presence of an external agency. ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് ഒരു റിയാക്ഷൻ ഇവിടെ നടക്കുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ. ഇനി എന്താണ് ഇലക്ട്രോലൈറ്റിക് സെല്ലും ഇലക്ട്രോ കെമിക്കൽ സെല്ലും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം. That is the first one, galvanic cell. That is an electrochemical cell. It changes the chemical energy into electrical energy. But in the case of electrolytic cell, it changes electrical energy into chemical reaction. In the case of galvanic cell, anode is negative, but the other one, anode is positive. Then in the first one, the cathode is positive, and in the second one, electrolytic cell, cathode is negative. And in galvanic cell, the cell reaction is spontaneous. In galvanic cell, the spontaneous reaction occurs. In electrolytic cell, non-spontaneous reaction occurs. And here, in galvanic cell, the reaction does not require an external voltage source. But in the case of electrolytic cell, it requires an external voltage source. It requires an external voltage source. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് the next one, electrode potential. When a metal is dipped in its own ionic solution, there are two possibilities. One is the metal has a tendency to lose electron, there is oxidation. And the other one, the tendency of metal ion to gain electrons to get reduced to metal atom, there is reduction. അതായത് ഒരു മെറ്റൽ മെറ്റാലിക് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്താൽ ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് ആണ്. ഒന്ന്, മെറ്റൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് മെറ്റൽ അയോൺ ആയി മാറും.
ഓക്സിഡേഷൻ ആണത്. അല്ലെങ്കിൽ മെറ്റൽ അയോൺ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് മെറ്റൽ ആറ്റം ആയിട്ട് മാറുന്നു, അത് റിഡക്ഷൻ ആണ്. ഇനി നമുക്ക് നോക്കാം സിങ്കിന്റെ കേസിലാണെങ്കിൽ നമ്മൾ കണ്ടു ഗാൽവാനിക് സെൽ, ഡാനിയൽ സെൽ. സിങ്ക് റോഡ് നമ്മൾ എടുക്കുകയാണ്. ദി സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ അവിടെ കണ്ടതാണ് സിങ്ക് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു, ഓക്സിഡേഷൻ നടക്കും, അത് Zn2+ അയോൺ ആയിട്ട് മാറും. Zn2+ അയോൺ ആയിട്ട് സൊല്യൂഷനിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ സൊല്യൂഷനിൽ ഒരു പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യുന്നു. ഇനി മെറ്റലിന്റെ കേസിൽ ഇലക്ട്രോണിൽ എന്താണ്? ഇലക്ട്രോണിൽ നെഗറ്റീവ് ചാർജും ക്രിയേറ്റ് ചെയ്യും. അതായത് സിങ്ക് ആറ്റം ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാണ്. ആ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് നമ്മൾ കണ്ടതാണ്, സിങ്കിൽ നിന്നും കോപ്പറിലേക്ക്, സിങ്ക് റോഡിൽ നിന്നും കോപ്പർ ഇലക്ട്രോണിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത് ഇലക്ട്രോൺ. അപ്പോൾ സിങ്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നു. സിങ്ക് ആറ്റം ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് ഓക്സിഡേഷൻ നടക്കും. Zn2+ അയോൺ ആയിട്ട് സൊല്യൂഷനിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യുന്നു. മെറ്റലിന് ഒരു നെഗറ്റീവ് ചാർജും വരുന്നു. Here there is a charge separation between the metal and the solution. The charge separation between the metal and the solution, and it generates a potential at the interface. That is called electrode potential. ഇനി അപ്പോൾ കോപ്പർ ഇലക്ട്രോണിന്റെ കേസിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. മെറ്റലിന് പോസിറ്റീവ് ചാർജും സൊല്യൂഷനിൽ നെഗറ്റീവ് ചാർജും. ഇവിടെയും ഒരു ചാർജ് സെപ്പറേഷൻ വരുന്നു. അതായത് it is the measure of tendency of an electrode to lose or gain electrons. The tendency of an electrode to lose electron, that is oxidation potential. Then the tendency to gain electron, that is reduction potential. Oxidation potential ആണെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം E for electrode potential, M bar Mn+. മെറ്റൽ അയോൺ ആയിട്ട് ഓക്സിഡേഷൻ നടക്കുന്നു. That means here it is the representation of oxidation potential. Oxidation potential. ഇനി അതല്ല റിഡക്ഷൻ ആണെങ്കിൽ Mn+ bar M. അതായത് മെറ്റൽ അയോൺ മെറ്റലായി റിഡ്യൂസ് ചെയ്യുന്നു. That means reduction potential. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ നോർമലി നമ്മൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പ്രത്യേകം പറയാറില്ല. അതിനെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ് പറയാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അത് നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലിനെയാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അല്ല. എന്നാൽ ഇപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും, -x. പക്ഷെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നാൽ അതിന്റെ സൈൻ മാറ്റി കഴിഞ്ഞാൽ ഉള്ളതാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. What is electrode potential? It is the potential difference between the electrode and the electrolyte. Then it is the measure of tendency of electrode to lose or gain electrons. ഇനി ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ രണ്ട് തരത്തിൽ പറയാം. One is oxidation potential. Oxidation potential. And in oxidation potential, the first one, oxidation potential, it is the tendency to lose electron. And the other one, the second one, reduction potential, and it is the tendency to gain electron. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ രണ്ട് തരത്തിൽ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആൻഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ.
That is the electrode potential under standard conditions. എന്താണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ? The temperature 298 Kelvin and concentration 1 molar. ഇനി പ്രഷർ ആണെങ്കിൽ 1 atmosphere or 1 bar. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം E0. ഇനി അടുത്തത് സെൽ പൊട്ടൻഷ്യൽ. It is the potential difference between the two electrodes of galvanic cell and it is measured in volt. അതായത് ഒരു സെല്ല് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇപ്പോൾ ഗാൽവാനിക് സെൽ ആണെങ്കിൽ it consists of two half cells. One is zinc and the other one copper. അപ്പോൾ രണ്ട് ഹാഫ് സെൽസ് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് ഹാഫ് സെൽ ഈ രണ്ട് ഇലക്ട്രോഡുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് പറയുന്നത് സെൽ പൊട്ടൻഷ്യൽ. The potential difference between the two electrodes of galvanic cell. Then the electrode potential, the cell potential E cell is equal to E cathode minus E anode, or it is equal to E right minus E left. കാഥോഡ് റൈറ്റ് സൈഡിലാണ്, ആനോഡ് ലെഫ്റ്റ് സൈഡിലാണ്. ഓർമ്മയുണ്ടല്ലോ ലോൺ. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അത് ഗാൽവാനിക് സെല്ലിൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കണ്ടു സെൽ പൊട്ടൻഷ്യൽ, ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു ഇലക്ട്രോഡ്സ്. That is E cathode minus E anode, or E right minus E left, or high reduction potential minus low reduction potential. ഇനി നമ്മുടെ ഗാൽവാനിക് സെൽ, ഡാനിയൽ സെൽ എങ്ങനെയായിരുന്നു സെൽ റെപ്രസെന്റേഷൻ? Zn bar, Zn2 plus, double bar, Cu2 plus bar, Cu. നമ്മൾ കണ്ടതാണ് കോപ്പർ ആണ് കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അത് റൈറ്റ് സൈഡിലാണ്. സിങ്ക് ആനോഡ് ആണ്, ലെഫ്റ്റ് സൈഡിലാണ്. ഇനി ഇതിന്റെ സെൽ പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ്, കാഥോഡ് ഏതാണ്? കോപ്പർ. E of Cu2 plus bar Cu മൈനസ് E of, അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നോർമലി റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ എങ്ങനെ വരും? Zn2 plus bar Zn. റെപ്രസെന്റേഷൻ നമുക്ക് തന്നാൽ സെൽ റിയാക്ഷൻ എങ്ങനെ എഴുതും എന്ന് നോക്കാം. അതായത് ഇതാണ് സെൽ റെപ്രസെന്റേഷൻ. Zn bar, Zn2 plus, double bar, Ag plus bar, Ag. ഇവിടെ നമ്മൾ പഠിച്ചതാണ് ലോൺ, ഓർമ്മയുണ്ടല്ലോ. ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. അപ്പൊ സിങ്ക് ഇവിടെ ആനോഡ് ആണ്, സിൽവർ ആണ് കാഥോഡ്. അപ്പോൾ സിങ്കിനാണ് ഓക്സിഡേഷൻ നടക്കുക. അപ്പോൾ ഓക്സിഡേഷൻ ഹാഫ് സെൽ Zn gives Zn2 plus 2 electron. ഇനി ഇവിടെ Ag plus, Ag ആയിട്ട് റിഡക്ഷൻ ആണ് നടക്കുന്നത്. The cell reaction, that is the reduction cell reaction, that is Ag plus electron gives Ag. ഇത് oxidation cell reaction and here the reduction half cell reaction. Net cell reaction നമുക്ക് എഴുതണം. എങ്ങനെ വരും? ഇവിടെ ഇലക്ട്രോണിനെ ക്യാൻസൽ ചെയ്ത് പോകണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 1 ഇലക്ട്രോൺ ആണ്. ത്രൂ ഔട്ട് ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് വരിക? Here it become 2Ag plus 2 electrons gave 2Ag. Then the overall cell reaction or net cell reaction, Zn plus 2Ag plus gives Zn2 plus 2Ag. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് ഇലക്ട്രോലൈറ്റിക് സെൽ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സെൽ പൊട്ടൻഷ്യൽ. ഇനി ഇത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഗാൽവാനിക് സെല്ലിൽ വോൾട്ട്മീറ്റർ റീഡിംഗ് 1.1 വോൾട്ട് കിട്ടുന്നത് നമ്മൾ കണ്ടതാണ്. ഇനി അതെങ്ങനെ എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.